ഹായ് ഫ്രണ്ട്സ്, വ്ലോഗ് ഫോർ മിനുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്കിന്ന് സിമ്പിളായിട്ട് ഒരു ഒഴിച്ചുകറി ഉണ്ടാക്കി നോക്കിയാലോ. അപ്പം മുരിങ്ങാക്കായയും സബോളയും വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ഇന്ന് ഒഴിച്ചുകറി ഉണ്ടാക്കണത്. അപ്പോൾ അതിനായിട്ട് മുരിങ്ങാക്കായയും സബോളയും ഞാനിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മുരിങ്ങക്കായൊക്കെ ഞാനൊന്ന് നെടുകെ പിളർന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ സബോള നീളത്തിലും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് അരപ്പിന് ആവശ്യത്തിന് നാളികേരം എടുക്കാം. പിന്നെ നാളികേരത്തിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി ആ മിക്സ് ചെയ്ത് വെച്ചേക്കണം നാളികേരമൊക്കെ ഒന്ന് നല്ലോണം ഒന്ന് അരച്ചെടുക്കണം. നല്ല പേസ്റ്റ് രൂപത്തിലൊന്ന് അരച്ചെടുക്കാം. ഇനി കട്ട് ചെയ്ത് വെച്ചേക്കണ കഷ്ണങ്ങളിലേക്ക് നമ്മൾ അരപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. കറിക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. പിന്നെ ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ പുളിക്ക് ആവശ്യത്തിന് കുടംപുളിയാണ് കേട്ടോ ചേർത്ത് കൊടുത്തത്. പിന്നെ കറിവേപ്പിലയും പച്ചമുളകും കൂടി ചേർത്ത് ഒന്ന് നല്ലോണം മിക്സ് ചെയ്ത് നമുക്ക് വേവിച്ചെടുക്കാം. മുരിങ്ങക്കായൊക്കെ ഒന്ന് നല്ലോണം വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ കറിയൊക്കെ ഇവിടെ നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ മുരിങ്ങക്കായൊക്കെ നല്ലോണം വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി അവസാനമായിട്ട് നമുക്ക് കറിയിലേക്ക് ഉള്ളി താളിച്ചൊഴിക്കാം കേട്ടോ. അപ്പോൾ ഉള്ളിയൊക്കെ വഴറ്റിയെടുത്തപ്പോൾ ഞാൻ കുറച്ച് മുളക് പൊടിയും കൂടി ചേർത്തിട്ടാണ് കേട്ടോ വഴറ്റിയെടുത്തത്. അങ്ങനെ നമ്മുടെ കറിയിലേക്ക് ഉള്ളിയും കൂടി താളിച്ചൊഴിച്ച് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ നമ്മുടെ സിമ്പിളായിട്ടുള്ള മുരിങ്ങാക്കായ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ഒക്കെ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കണേ.